മലയാള സിനിമയ്ക്ക് അടുത്ത കാലത്തായി ഉണ്ടായെന്ന് അടയാളപ്പെടുത്തുന്ന മാറ്റങ്ങൾക്ക് അതിൽ വലിയ പങ്കുണ്ട്. അനുരാഗ് കശ്യപിന്റെ നിർമ്മാണത്തിലും സംവിധാനത്തിലും ഹിന്ദിയിൽ ഒരു കാലത്ത് സൃഷ്ടിക്കപ്പെട്ടുള്ള ചിത്രങ്ങളുടെ ഫോർമുലയുമായി അതിന് ബന്ധമുണ്ട്. അതിൽ ആദ്യത്തേത് ചിത്രത്തിന്റെ ബജറ്റ് തന്നെയാണ്. ചെറിയ ബജറ്റിനുള്ളിൽ നിന്നും മലയാള സിനിമ ഒരുക്കുന്നത് ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള സിനിമകളാണ്. കഴിഞ്ഞ വർഷം തന്നെ പുറത്തിറങ്ങി പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടിയ ചിത്രങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ മുഴുവൻ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു ഹിന്ദി കോസ്റ്റ്യൂം ഡ്രാമയുടെ ചുരുക്കം സീനുകളുടെ ബജറ്റിൽ ഒതുങ്ങുന്നതായിരിക്കും. പരിമിതമായ റിസോഴ്സുകളിൽ സൃഷ്ടിക്കപ്പെടുന്ന മലയാള സിനിമയോടുള്ള ബഹുമാനവും അയാളുടെ വാക്കുകളിൽ കാണാം. രണ്ടാമത്തേത് ത്രില്ലർ പ്ലോട്ടുകളാണ്. മൂന്നാമതൊന്ന് സ്റ്റാർഡമാണ്. എന്നെങ്കിലും ഭ്രമയുഗത്തിലും കാതലിലുമൊക്കെ മമ്മൂട്ടി ചെയ്തതുപോലൊരു വേഷം ബോളിവുഡ് താരത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അയാളുടെ ചോദ്യം. റൈഫിൾ ക്ലബിന്റെ ഷൂട്ടിംഗ് സമയത്തെ അനുഭവം ഉദാഹരണമായി നൽകുന്നു. അവിടെ വെയിറ്റേജ് ഒരു പ്രശ്നമല്ല. ഞാൻ വലിയ വേഷം ചെയ്തയാളാണ്, നായകനാണ് എന്നൊന്നുമില്ല. എല്ലാവരും ഒന്നിച്ചിരിക്കും, തമാശ പറയും, ഭക്ഷണം പങ്കുവെച്ച് കഴിക്കും. അതിലൊരു കോംറേഡറി വർക്ക് ചെയ്യുന്നുണ്ട്. അതിവിടെയില്ല. അനുരാഗിന്റെ ചിത്രങ്ങളിലും അത്തരം താരങ്ങളെ കാണില്ല. അയാൾക്ക് അഭിനേതാക്കളെ മതിയെന്നാണ് പറയുന്നത്. താരരാജാക്കന്മാരോ വിപണി മൂല്യം നിർണ്ണയിക്കുന്ന സ്ഥിരം പാറ്റേണുകളോ ഇല്ലാതെ തന്നെ സക്സസ്ഫുൾ ആയ ഒരു സിനിമ നിർമ്മിക്കാൻ സാധിക്കുമെന്നുകൂടെ തെളിയിക്കുകയായിരുന്നു കരിയർ കൊണ്ട് അനുരാഗ് കശ്യപ്. ഒരു ഗാനരംഗം ഷൂട്ട് ചെയ്യാൻ മാത്രം 3 കോടി രൂപ ചിലവഴിച്ച ബോളിവുഡിൽ നിന്നും 1 കോടി മാത്രം ആകെ ചിലവിട്ട് അനുരാഗ് കശ്യപ് എന്ന സംവിധായകൻ ഒരുക്കിയത് ഇൻഡിപെൻഡന്റ് സിനിമകൾക്കും കലാമൂല്യമുള്ള നോൺ മെയിൻ സ്ട്രീം സിനിമകൾക്കും കൂടെയുള്ള അവസരങ്ങളാണ്. മോറൽ പ്രോട്ടോക്കോളുകൾക്ക് പുറത്തു നിന്നുകൊണ്ട് മനുഷ്യരെ പോർട്രേ ചെയ്യാനുള്ള കറേജ് കൂടിയാണ്. ആ മനുഷ്യൻ ഇന്ന് ആ വഴിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ, പ്രതീക്ഷയേറ്റ് മടങ്ങുമ്പോൾ ബോളിവുഡിന് സ്വയം തിരുത്താൻ സമയമായെന്നു കൂടിയാണ് അർത്ഥം.